എനിക്ക് നിങ്ങളുമായിട്ട് രണ്ട് വിഷയങ്ങളാണ് ഈ വീഡിയോയിലൂടെ ചിന്തിപ്പിക്കാനുള്ളത്. അതിലൊന്ന്, പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചാൽ ഇന്ത്യ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? സ്വാഭാവികമായും പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സന്ദർഭത്തിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നത്. മുമ്പൊരിക്കൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ആരോടൊപ്പം നിൽക്കും എന്ന ചോദ്യത്തിന് ക്ലബ് ഹൗസിലുണ്ടായിരുന്ന ഉസ്താദുമാർക്ക് രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടി വന്നില്ല. അതായത് പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ആളുകൾ മുസ്ലിങ്ങളാണ്. ഒരു മുസൽമാനെതിരെ മറ്റൊരു മുസൽമാൻ ആയുധം എടുക്കരുത് എന്ന് ഞങ്ങളുടെ മതം, ഞങ്ങളുടെ പ്രവാചകൻ, ഞങ്ങളുടെ ഗ്രന്ഥം, ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരത് ചെയ്യില്ല, ചെയ്യാൻ പാടില്ല. ഇത് തന്നെയാണ് അറബി കോളേജുകളിൽ, ദർസുകളിൽ, ഇസ്ലാമിക സ്ഥാപനങ്ങളിൽ മുസ്ലിം വിദ്യാർത്ഥികൾ പഠിക്കുന്നത്. എന്ത്? അങ്ങനെ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചാൽ നമ്മൾ നിൽക്കേണ്ടത് നമ്മുടെ വിശ്വാസ സംരക്ഷണത്തിനു വേണ്ടിയാണ്. കാരണം പ്രവാചകൻ പഠിപ്പിക്കുന്നത് ഈ ലോകത്ത് നീ ഒരു വിദേശിയെ പോലെയോ വഴിയാത്രക്കാരനെ പോലെയോ ജീവിക്കുക. നിന്റെ ശാശ്വതമായ ലോകം എന്ന് പറയുന്നത് പരലോകമാണ്. അതിപ്പോഴല്ല, മരണശേഷം കിട്ടുന്ന അനന്തമായിട്ടുള്ള ജീവിതമാണ്. അതുകൊണ്ട് ഇവിടെ നീ ഒരു യാത്രികൻ മാത്രമാണ്. ഇവിടെ നീ ഉപേക്ഷിക്കും. അതുകൊണ്ട് ഇത് ശാശ്വതമാണ് എന്ന് കരുതി ഇവിടെ എന്തെങ്കിലുമൊക്കെ ആക്കി തീർക്കാൻ നീ ശ്രമിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാമിക സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത്, അസ്കർ അലി ഹുദവിയൊക്കെ അതിന്റെ എക്സാമ്പിൾ മാത്രമാണ്. 10-14 വർഷം അൽഹുദ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇസ്ലാമിക പാഠഭാഗങ്ങൾ പഠിച്ചിറങ്ങിയ ഒരു വ്യക്തി പറയുന്നു, ഞങ്ങളോട് ഇന്ത്യൻ ആർമിയിൽ പ്രവർത്തിക്കരുത് എന്നാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും കിട്ടിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ. അപ്പൊ അസ്കർ അലി ഹുദവി പറയുന്നുണ്ട്, എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരൻ ഡോക്ടറാകുമ്പോൾ, എഞ്ചിനീയർ ആകുമ്പോൾ, വിവിധ സർക്കാർ സർവീസുകളിൽ അവർ ജനങ്ങളെ സേവിക്കുമ്പോൾ, രാജ്യത്തെ സേവിക്കുമ്പോൾ, രാജ്യത്തിന് ഒരു മുതൽക്കൂട്ടായി, നാടിന് അഭിമാനമായി, കുടുംബത്തിന് മാനമായി മാറുമ്പോൾ ഞാൻ പഠിക്കുന്നത്, ഞാൻ റിസർച്ച് ചെയ്യുന്നത് പല്ലിയെ എത്രയടിക്കു കൊല്ലാം എന്നാണ്. അറ്റമെടുക്കണോ വേണ്ടയോ എന്നാണ് പഠിക്കുന്നത്. കൂടെ താമസിപ്പിക്കുന്ന എത്ര പേരെ അറ്റമെടുത്ത് തൊപ്പി ഇടിയിപ്പിക്കാം എന്നാണ് പഠിക്കുന്നത്. ശരിയല്ലേ? ഇത് തന്നെയല്ലേ പഠിപ്പിക്കുന്നത്? അപ്പോൾ പല്ലിയെ കൊല്ലാൻ റിസർച്ച് ചെയ്യാൻ വേണ്ടി പഠിക്കുന്ന അസ്കർ അലി ഹുദവിയുടെ കൂടെ കളിച്ചു നടന്ന ആളുകൾ രാജ്യത്തെ സേവിക്കുന്നു, നാടിനെ സേവിക്കുന്നു, കുടുംബത്തിന് അഭിമാനമായി, താങ്ങായി, തണലായി മാറുന്നു. ഈ അറബി കോളേജുകളിൽ 6-ാം നൂറ്റാണ്ടിന്റെ ഗ്രന്ഥം പഠിച്ചിറങ്ങുന്ന ഈ മക്കൾ നാളെ എന്തോ തേങ്ങ ഉണ്ടാക്കാനോ, സമൂഹത്തിന് ബോംബുണ്ടാക്കാനോ, രാജ്യത്തെ പൊട്ടിത്തെറിപ്പിക്കാനോ, അതോ മതം മാറ്റാനോ? നിമിഷ ഫാത്തിമമാരെയും സോണിയ സെബാസ്റ്റ്യന്മാരെയും സൃഷ്ടിച്ച് അഫ്ഗാനിൽ കൊണ്ടുപോയി ലൈംഗിക അടിമകളാക്കി മാറ്റാനോ, എന്തോ ഉണ്ടാക്കാനാ? ചോദിച്ചു പോകുന്നതാണ് ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ. അപ്പോൾ പാകിസ്ഥാനികളും അഫ്ഗാനികളും ബംഗ്ലാദേശികളും ഒക്കെ സഹോദരങ്ങളാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുസ്ലിങ്ങൾ സഹോദരങ്ങളാണ്. അതുകൊണ്ട് അവരെ ഒരു രൂപത്തിലും നമ്മൾ അവർക്കെതിരെ ആയുധമെടുക്കരുത്. ഇതാണ് ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു മുസ്ലിമിനോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്, അവര് പറയും, ഒരിക്കലും പാകിസ്ഥാനെ ഇന്ത്യ തിരിച്ചടിക്കരുത്. നമ്മൾ പറയും, കാരണം നമ്മളുടെ സിരകളിലൂടെ ഓടുന്നത് മുസ്ലിം രക്തമല്ല, രാജ്യസ്നേഹമാണ്. ഒരു ഇന്ത്യക്കാരൻ, ഒരു ഇന്ത്യക്കാരി എന്ന നിലയിലാണ് നമ്മൾ ഈ വിഷയത്തെ കാണുന്നത്. അതുകൊണ്ട് നമ്മൾ പറയും, ഇനി ഒരിക്കൽ കൂടി പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ശബ്ദമുയർത്താത്ത രൂപത്തിൽ ആയുധമെടുക്കാനോ പരിശീലനം സിദ്ധിച്ച് അതിർത്തികളിലൂടെ നുഴഞ്ഞു കയറാനോ ശ്രമിക്കാത്ത രൂപത്തിൽ ഒരു അടയാളം എന്ന വണ്ണം മാതൃകാപരമായ ശിക്ഷ കൊടുക്കണം. നമുക്ക്
29 ജീവനുകളാണ് പൊലിഞ്ഞതെങ്കിൽ അവർക്ക് 129 ജീവനുകൾ പൊലിയണമെന്നാലേ അവർ പഠിക്കൂ. നമ്മളിതാ പറയാം, ഞാനിങ്ങനെ പറയൂ, എനിക്കിങ്ങനെ പറയാനേ പറ്റൂ. കാരണം തിരിച്ചടിക്കുമ്പോൾ ഇസ്രയേലിനെ പോലെയാകണം ഇന്ത്യ, നെതന്യാഹുവിനെ പോലെയാകണം നരേന്ദ്രമോദിജി, ഹമാസിനെ പോലെ ആയിത്തീരണം പാകിസ്ഥാൻ. ഞാൻ അങ്ങനെ പറയൂ. കാരണം എനിക്ക് എൻ്റെ രാഷ്ട്രമാണ് പ്രധാനം. എൻ്റെ രാജ്യത്തിനു വേണ്ടി ചാരപ്പണി ചെയ്ത് സ്വന്തം ജീവൻ സമർപ്പിച്ച അനേകം പട്ടാളക്കാരാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ട് ഈ രാജ്യത്തെ ബാധിക്കുന്നത് ആര് ചെയ്താലും ശരി, അവരെ വച്ചേക്കരുത് എന്ന് തന്നെ ഞാൻ പറയും. രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന ആളുകൾ വച്ചേക്കരുത് അവരെ. സൗദി അറേബ്യയിലൊക്കെ കണ്ടെയ്നറുകളിൽ കൊണ്ടുവന്ന് വെള്ളിയാഴ്ച ദിവസം മരത്തിന്റെ മുകളിൽ തൂക്കുന്നത് പോലെ തൂത്തുകളയണം, തൂക്കണം. ഏതാണ്ട് 2800ഓളം പഹൽഗാമിന്റെ പ്രാദേശികവാസികളായ ചാരന്മാരെയാണ് ഇന്ന് ATS പൊക്കിയത്. രാജ്യത്തെ സേവിച്ചത് കൊണ്ടല്ല, രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടി ചാരപ്രവൃത്തി ചെയ്തതിന്റെ പേരിൽ ഇവനെയൊക്കെ വെച്ചുകൊണ്ടിരിക്കാൻ പാടുണ്ടോ? ഇവനോടൊക്കെ ക്ഷമിക്കണമെന്നോ? ഗാന്ധിയൻ സിദ്ധാന്തമൊക്കെ അവനവന്റെ വീടുകളിൽ വെച്ചാ മതി. ഒരു താത്തായെ കണ്ടപ്പോ ഒരു മാധ്യമ പ്രവർത്തകൻ വലിയ കാര്യത്തിൽ പോയി ചോദിക്കുവാണ്, പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന്. ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല, അവിടുന്ന് മറുപടി വന്നു, ഒന്നും ചെയ്യണ്ട. പാകിസ്ഥാൻ ഞമ്മന്റെ ആളുകളല്ലേ, അവർക്കൊന്നും എന്താ നമുക്ക് നോക്കത്തില്ല. അല്ല, ഇവളുടെ തന്തയും കെട്ടിയോനും ഇവളുടെ ആങ്ങളമാരും മക്കളും ഒക്കെ പാകിസ്ഥാന്റെ ഭീകരാക്രമണത്തിൽ ചത്തുകിടക്കുമ്പോഴും ഇവൾ ഇങ്ങനെ തന്നെ പറയോ? ക്ഷമിക്കണം, എനിക്ക് ഇവളോടല്ല കൂറന്റെ രാജ്യത്തോടാണ്. നിങ്ങളെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഒരു അറ്റാക്ക് നടത്തിയല്ലോ, അപ്പൊ തിരിച്ചടിക്കണമെന്നാണ് ആഗ്രഹം? അല്ല. എന്തുകൊണ്ടല്ല? ലൈക്ക് നമ്മളെ ക്വാളിറ്റി നമ്മൾ കീപ്പ് ചെയ്യണമല്ലോ. അതേ നാണയത്തിൽ തിരിച്ചടിക്കുക എന്നുള്ളതല്ല. ലൈക്ക് ഭീകരവാദികള് അവരുടെ ബോധവിളയമ കാരണം ചെയ്ത കാര്യമാണ് ഇത്. അതിന് നമുക്കിടയിൽ വർഗീയത ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അത് ഇവിടെ നടപ്പായാലും അവരാണ് വിജയിക്കുന്നത്, നമ്മളല്ല. പക്ഷെ എന്നാലിപ്പോ അവര് ചെറിയൊരു അറ്റാക്ക് നടത്തി, നമ്മളൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവർ ഇതിനേക്കാളും വലിയൊരു അറ്റാക്ക് നടത്തിയാലോ? ഇല്ല, എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെന്ന് സംഭവിക്കാൻ തോന്നുന്നില്ല. നമ്മൾ ഇന്ത്യ കൊടുക്കേണ്ട മെസ്സേജ് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ അതിനെതിരെ നിൽക്കും എന്നുള്ളതാണ്. ലൈക്ക് ഹിന്ദു ആയാലും മുസൽമാൻ ആയാലും ക്രിസ്ത്യൻ ആയാലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ള മെസ്സേജാണ് ഇന്ത്യയിൽ നിന്ന് പോകുന്നത്. അതായത് ഒരു കാരണവശാലും ഇന്ത്യ പാകിസ്ഥാനെ തിരിച്ചാക്രമിക്കരുത്. കണ്ടോ, ഇതൊരു മുസ്ലിം സ്ത്രീയുടെ മാത്രം വാക്കുകളല്ല. ഈ കേരളത്തിൽ താമസിക്കുന്ന, കേരളത്തിൽ ജീവിക്കുന്ന, ഇന്ത്യയിൽ ജീവിക്കുന്ന കോടാനുകോടി മുസ്ലിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന മുസ്ലിം വികാരമാണിത്. അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. ഇവളുടെ കെട്ടിയോനും തന്തയും മക്കളും ഒക്കെ വേണമെങ്കിൽ പോയി പാകിസ്ഥാന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യും. ആരോട്? ഇന്ത്യയോട്. അതിനും മടിയുണ്ടാകില്ല. എങ്ങനെ കൂട്ടരൊക്കെ വിശ്വസിക്കുക? പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ച് ഇത്രയും പ്രബല രാജ്യം, സൈനികവൽക്കരണത്തിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന, സാമ്പത്തിക സോഴ്സിൽ 5ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തോട് പാകിസ്ഥാൻ യാതൊരു പ്രകോപനവുമില്ലാതെ 29 സാധാരണക്കാരായ വിനോദസഞ്ചാരികൾ, അവർ നിസ്സഹായരാണ്, നിരപരാധികളാണ്, നിരായുധരാണ്, അവരെ കൊന്നു കിടത്തിയിട്ട് ഇന്ത്യ തിരിച്ചൊന്നും ചെയ്യരുതത്രേ. അങ്ങനെയാണത്രേ ഇന്ത്യ പാകിസ്ഥാന് കാണിച്ചു കൊടുക്കേണ്ടത്. എൻ്റെ വായിൽ വേറെ എന്തൊക്കെയോ ആണ് വരുന്നത്. ഇവളുമാരെ പോലെയുള്ള അപ്പിക്കുപ്പായക്കാരികൾ ഈ നാടിനെ പാകിസ്ഥാൻ തകർത്ത് തരിപ്പണമാക്കിയാലും ശരി, ഇവരുടെയൊക്കെ അവന്മാരാൽ ചത്തൊടുങ്ങുന്നതുവരെ ഇതേ രൂപത്തിൽ പാകിസ്ഥാനെ വെള്ളപൂശിക്കൊണ്ടേയിരിക്കും. നന്ദി.